ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 പീസ് ചിക്കനാണ്. കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. അപ്പോഴാണ് മസാല ഒക്കെ ശരിക്കും അതിനെ പിടിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഫൈനായിട്ട് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മന്തി മസാല. നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാകും. ഒരൽപ്പം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ ക്യാപ്സിക്കം, ഇത് ചെറുതായിട്ട് അരിഞ്ഞു വേണം ചേർക്കാൻ. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിന ഇല, 3 പീസ് ചിക്കൻ ക്യൂബ്. ഇതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ചിക്കന് നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഒരു സൈഡ് ഒന്ന് റെഡിയായി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ട ചോറ് തയ്യാറാക്കാം. ഞാനിവിടെ 4 കപ്പ് സെല്ല റൈസ് 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ. എന്നിട്ട് ആ സെയിം വെള്ളം തന്നെ നമുക്ക് വേവിക്കാൻ എടുക്കാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 3 പീസ് ഗ്രാമ്പു, അതുപോലെ 3 ഏലക്ക, ഒരൽപ്പം കുരുമുളക്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നേരത്തെ കഴുകി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇത് പെട്ടെന്ന് റെഡി ആയിക്കോളും. ഒരു 20 മിനിറ്റൊക്കെ മതിയാകും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പീസൊക്കെ ഒന്ന് മാറ്റി അതിലേക്ക് 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 90% കുക്കായാൽ മതി. പിന്നെ സെല്ല റൈസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. നേരത്തെ തയ്യാറാക്കിയ ഉള്ളി മസാല കൂടി ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചോറ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അടിയിലുള്ള മസാലയും ചോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്യാപ്സിക്കും അതുപോലെ ഓണിയനും കൂട്ടിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധിക പേർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്